ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. രാജ്യത്ത് നാളെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി ചർച്ച നടത്തി. വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം, വ്യോമസേനയുമായുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം എന്നിവ നാളെ മോക്ക് ഡ്രില്ലിലൂടെ വിലയിരുത്തും. രാജ്യത്തെ 244 സിവിൽ ഡിഫൻസ് ജില്ലകളിലാണ് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ആക്രമണ ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ച് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവത്കരണം നൽകും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ എല്ലാ ജില്ലകളിലും നാളെ മോക്ക് ഡ്രിൽ നടക്കും. വൈകിട്ട് 4-നാണ് മോക്ക് ഡ്രില്ലുകൾ ആരംഭിക്കുക. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. പൊതുജനങ്ങൾ മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറി അഭ്യർത്ഥിച്ചു. മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും മോക്ക് ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കണം. സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റ് പ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കണം. മോക്ക് ഡ്രിൽ സമയത്ത് സൈറൻ മുഴങ്ങുമ്പോൾ എല്ലാ ലൈറ്റുകളും ഓഫാക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തുപോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതുമാണ്. ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ്. തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറൺ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യണം. ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ പ്രത്യേകം ഉറപ്പാക്കേണ്ടതാണ്. സംസ്ഥാനങ്ങളിൽ നാളെ നടക്കുന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നാളെ രാവിലെ 9 മണിക്ക് കേൾക്കാം. 2025-ൽ ഇന്ത്യയുടെ GDP വളർച്ചയിൽ ഇടിവുണ്ടാകുമെന്ന് സൂചിപ്പിച്ച് മൂഡീസ് റേറ്റിംഗ്സ് 6.3% വളർച്ചയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 2026-ൽ 6.5% വളർച്ച നേടുമെന്നും കണക്കുകൾ പറയുന്നു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ സീ ട്രേഡ്, മാരിടൈം, ലോജിസ്റ്റിക്സ്, മിഡിൽ ഈസ്റ്റ് സമ്മേളനത്തിന്റെ 11ാം പതിപ്പിന് തുടക്കമായി. ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് സൌദി അറേബ്യയിലെ പുതിയ ഓഫീസ് തുറക്കുമെന്ന് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. IRS UAEയിൽ 25 വർഷവും ആഗോളതലത്തിൽ 50 വർഷവും പൂർത്തിയാക്കിയ അവസരത്തിലാണ് പ്രഖ്യാപനം. ഗൌതമ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിയറ്റ്നാമിലെ ഹോജിമിൻ സിറ്റിയിൽ നടന്ന ഐക്യരാഷ്ട്രസഭ വെസക് ദിനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പങ്കെടുത്തു. ബുദ്ധന്റെ കാലാതീതമായ ആശയങ്ങൾ ഇന്നത്തെ ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിയറ്റ്നാം പ്രസിഡന്റുമായി ശ്രീ റിജിജു കൂടിക്കാഴ്ച നടത്തി. നൈപുണ്യ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതായി സ്വയം സാക്ഷ്യപ്പെടുത്തിയവരുടെ എണ്ണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെന്ന് UNDP റിപ്പോർട്ട്. നിർമ്മിത ബുദ്ധി മേഖലയിലെ രാജ്യത്തിന്റെ വളരുന്ന സാധ്യതകൾ പ്രതിഫലിപ്പിക്കുന്ന റിപ്പോർട്ടിൽ കർഷകരുടെയും ചെറുകിട ബിസിനസ്സുകളെയും ശാക്തീകരിക്കുന്നതിന് AI ഉപയോഗപ്പെടുത്തുന്നതിൽ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി പറയുന്നു. പൂരാവേശത്തിൽ മുങ്ങി തൃശൂർ നഗരം. വർണ്ണവിസ്മയങ്ങൾ സമ്മേളിച്ച കുടമാറ്റം കാണാൻ ജനസഹസ്രങ്ങളാണ് ശക്തന്റെ തട്ടകത്തിൽ എത്തിയത്. പുലർച്ചെ 3 മണിക്കാണ് പൂരപ്രേമികൾ കാത്തിരിക്കുന്ന വെടിക്കെട്ട്. കോഴിക്കോട് നഗരത്തിൽ ഫോർത്ത് ഗേറ്റിന് സമീപമുള്ള ഇരുനില വീടിന് തീപിടിച്ചു. അഗ്നിശമന സേനയെത്തി തീ അണയ്ക്കുകയാണ്. വീടിന് സമീപം പഴയ ടയർ, റബ്ബർ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്നിടത്താണ് തീപിടിച്ചത്. നവംബർ മാസത്തോടെ അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക ഞെരുക്കത്തിന്റെ സാഹചര്യത്തിലും സർക്കാർ പദ്ധതികൾ വെട്ടിക്കുറച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 76 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 75 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലെ ക്യാൻസർ ഗവേഷണ കേന്ദ്രം സെന്റർ ഈ മാസം 15ഓടെ പൂർണ്ണസജ്ജമാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. ഇവയുടെ നിർമ്മാണ പുരോഗതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന് മാർജിനൽ സീറ്റ് വർധനവ് അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30%, എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ് വർധനവാണ് അനുവദിക്കുക. +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 14 മുതൽ ഓൺലൈനായി നൽകാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.